വിപിൻ സി വിജയനിലേക്കാണ് ഇനി. നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് വിപിൻ സി വിജയൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. വിപിൻ, അവിടെ ഉയരുന്ന പരാതികൾ എന്തൊക്കെയാണ് വിപിൻ? ഉന്മേഷ്, നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ ബസ് സ്റ്റാൻഡ്, അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ബസ് സ്റ്റാൻഡ് ഇവിടെയാണ് ഇപ്പോൾ ബസ്സുകൾ ഇങ്ങോട്ടേക്ക് കയറുന്നില്ല. കാരണം ഇത് ഈ ആദ്യകാല ബസ് സ്റ്റാൻഡുകളിൽ ഒന്നായിരുന്നു. പക്ഷേ ഇവിടെ നിരവധി കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ദീർഘദൂര ബസ്സുകൾ പോകുമ്പോൾ ആളുകൾ ഇവിടെ ബസ് കാത്തു നിൽക്കാൻ ഉപയോഗിക്കുന്നത് ഈ സ്ഥലമാണ്. ഇവിടുത്തെ ഒരു ശോചനീയാവസ്ഥ പലതവണ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ ഇപ്പോഴും അതിന് മാറ്റമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് കുറച്ചുകൂടി അടുത്ത് പോയിട്ട് അത് കാണണം. കാരണം ഈ സീലിങ്ങുകളൊക്കെ നിൽക്കുന്നത് കണ്ടോ, ഇത് എപ്പോൾ വേണമെങ്കിലും അടർന്നു വീഴാം എന്നുള്ള അവസ്ഥയിലാണ്. ഇതിന് തൊട്ട് താഴെയാണ് ഇവിടെ യാത്രക്കാരൊക്കെ തന്നെ ബസ് കാത്തു നിൽക്കുന്നത്. ഈ പ്രദേശത്ത് ഇങ്ങനെ സീലിംഗ് അടർന്നു വീഴാൻ പാകത്തിൽ നിൽക്കുന്നു. കനത്ത മഴ പെയ്യുന്നു, എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം ഉണ്ടാകാം എന്നുള്ള നിലയിലായിട്ട് തന്നെ വർഷങ്ങളായി. ഏകദേശം 50 വർഷത്തിലോളം പഴക്കമുള്ള പഴയ ബസ് സ്റ്റാൻഡ് ഈ ഒരു നിലമ്പൂർ നഗരത്തിൻ്റെ ഹൃദയമധ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും ഇതൊരു അറ്റകുറ്റപ്പണി നടത്താൻ അരീക്കോടൊക്കെയുള്ള ഒരു കരാറുകാരനെ ഏൽപ്പിച്ചു എന്നുള്ളതൊക്കെയാണ് നഗരസഭയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു കരാറുകാരൻ ഇവിടെ പണി ആരംഭിച്ചിട്ടില്ല. അങ്ങനെ പണി വൈകുകയാണെങ്കിൽ അത് എന്തുകൊണ്ട്, അത് സമയബന്ധിതമായി തീർക്കുന്നതിന് വേണ്ട ഒരു ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും എടുത്തു പറയേണ്ടത്. നിരവധി കടകൾ ഇവിടെ ഇതിന് താഴത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന് മുകളിൽ ഇത് ശോചനീയാവസ്ഥയിലാണ് എന്നുള്ളത് പലതവണ പറഞ്ഞിട്ടും ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡുകളോ അങ്ങനെ ഒന്നും തന്നെ സ്ഥാപിച്ച് കാണുന്നുമില്ല. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇതിനെ എന്തുകൊണ്ട് ഒരു ഉടനായിട്ടുള്ള ഒരു നടപടി, തുടർ നടപടി ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരു അനാസ്ഥ എന്ന് മാത്രമായിരിക്കും പലപ്പോഴും മറുപടിയായി പറയേണ്ടി വരിക. ഇവിടെ ഉണ്ടായിരുന്ന മുൻ കൗൺസിലറും ഒപ്പം തന്നെ ഈ ഒരു ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ്റെ നേതാവൊക്കെ ആയിട്ടുള്ള ആളുകൾ ചേരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു, നിങ്ങളിത് പരാതി കൊടുത്തതായിരുന്നോ? നേരത്തെ 2 വർഷം മുമ്പ് പരാതി കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഏറ്റവും കൂടുതൽ യാത്രക്കാർ വന്നു പോകുന്ന സ്ഥലമാണത്. ദീർഘദൂര യാത്രക്കാരും വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലമാണ്. അതിരാവിലെയും രാത്രിയും വന്ന് നിറക്കുന്ന സ്ഥലമാണ്. നിലമ്പൂരിലെ ആദ്യകാല ബസ് സ്റ്റാൻഡാണത്. പിന്നീട് മറ്റൊരു സ്ഥലത്ത് വന്നപ്പോൾ ഇത് ബസ് വെയിറ്റിംഗ് ഷെഡായി. പക്ഷേ ഇതിൻ്റെ ഈ സ്ലാബ് യാത്രക്കാർ നിൽക്കുന്ന ഈ ഭാഗത്തെ മേൽക്കൂര, സൺസൈഡ് സ്ലാബ് ഏത് സമയം പൊളിഞ്ഞാടി വലിയ അപകടം ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇത് പരിശോധിച്ച് ഇത് അൺഫിറ്റാണെങ്കിൽ ഇവിടേക്ക് യാത്രക്കാർ കയറുന്നത് വിലക്ക് ഏർപ്പെടുത്തണം, മുന്നറിയിപ്പ് ബോർഡ് വെക്കണം. എന്നാൽ മാത്രമേ വലിയൊരു അപകടം, എന്തെങ്കിലും അപകടം ഉണ്ടായതിനു ശേഷം ആളുകൾ ഈ നിൽക്കുന്നതെങ്കിലും ഒഴിവാക്കാനുള്ള ഒരു പ്രാഥമിക നടപടി എടുക്കണം അല്ലേ? വേണം. ഇവിടെ എന്താ വെച്ചാൽ ഈ സ്ലാബ് ഫുട്പാത്തിലാണ് നേരെ സൺസൈഡിൻ്റെ സ്ലാബില്ലത്. അവിടെയാണ് യാത്രക്കാർ ബസ് കാത്ത് നിൽക്കുന്നത്. അവിടേക്ക് കയറി അവിടെ ഏത് സമയത്തും ആൾക്കാർ നോക്കുന്നില്ല. യാത്രക്കാർ ബസ് വരുമ്പോൾ അതിൻ്റെ തിരക്കിൽ ബസ്സിനെ നോക്കിയിട്ടാണ് പോവുക. അപ്പോൾ ഇത് അപകടം ഉണ്ടാവുന്നില്ലെന്ന് അവർക്ക് അറിയുന്നില്ലല്ലോ. ഇപ്പോൾ മുന്നറിയിപ്പ് ബോർഡ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളും അവരുടെ ശ്രദ്ധയിലുണ്ടാവും. എപ്പോൾ വേണമെങ്കിലും സീലിംഗ് വീഴാവുന്നുള്ള അവസ്ഥയിലാണ്. എപ്പോഴും സീലിംഗ് വീഴാം. ഇതിന് 3 വർഷം മുമ്പ് യാത്രക്കാരുടെ ദേഹത്ത് വീഴാതെ സ്ലാബ് വിട്ട് പോയതാണ്. അന്നേരം തന്നെ ഞാൻ വിളിച്ച് വിഷ്വലൊക്കെ എടുത്തിട്ട് കംപ്ലൈൻറ്റ് കൊടുത്താണ് മുനിസിപ്പാലിറ്റിക്ക്. ഈ നാളെ ഇതുവരെയായിട്ട് യാതൊരു മുന്നറിയിപ്പൊന്നും കൊടുത്തിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞവർക്ക് ബസ്സുകൾ രാത്രി സ്റ്റാൻഡിൽ കയറാത്തോടത്തോളം കാലം ജനങ്ങൾ ഈ ബസ് വൈറ്റ് ഷെഡിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇതിൻ്റെ അവസ്ഥ ഏത് സമയത്ത് എന്തും സംഭവിക്കും. ഒരാളെ ജീവൻ അപഹരിക്കപ്പെട്ടാലേ ഉള്ളൂ ഇനി ഇവരെ കണ്ണ് തുറക്കുള്ളൂ എന്നുണ്ടെങ്കിൽ വേറെ ഒരു മാർഗ്ഗമല്ല. അപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ചെയ്യണം. ഒരുപാട് വട്ടം കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. അപ്പോൾ ഭരിക്കുന്നത് അവരാണ്, മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവരാണ്. യാതൊരു നിലപാടും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ പരാതികൾ കൊടുക്കാത്ത പ്രശ്നമല്ല, അല്ലെങ്കിൽ പരാതികളോ ഇതിനെക്കുറിച്ച് അറിയാത്ത കുഴപ്പമല്ല. ഇനി എത്രയും വേഗം ഇതിലൊരു നടപടിയാണ്, ഇതിനൊരു അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തണമെന്നുള്ള ആവശ്യമാണ് ഇവരെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിലേക്ക് ഇപ്പോഴും കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ മഴക്കാലം കൂടി കഴിയുമ്പോൾ ഓരോ മഴക്കാലവും എങ്ങനെ താണ്ടുമെന്നുള്ള ഒരു പേടിയാണ്. കാരണം ഇത് ഈ മൈസൂരിലേക്കൊക്കെ പോകുന്ന ദീർഘദൂര യാത്രക്കാർ രാത്രി ആയാലും എല്ലാം ബസ് കാത്തു നിൽക്കുന്നത് ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും ഒരു തിരക്ക് കുറവ്. അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെയൊക്കെ തന്നെ വളരെയേറെ ആളുകൾ നിൽക്കുന്നതാണ്. ചെറിയ ചെറിയ പൊതുയോഗങ്ങളടക്കം നടക്കുന്ന ബസ് സ്റ്റാൻഡ് കൂടിയാണിത്. ഈ ഒരു പ്രദേശത്താണ് ഇങ്ങനെ സീലിംഗ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും അടർന്നു വീഴാമെന്നുള്ള നിലയിൽ നിൽക്കുന്നത്. മുകളിലേക്ക് പോകുന്തോറും അത് കൂടുതൽ ശോചനീയ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ നടപടികളിലേക്ക് ഇതുവരെ കടക്കാത്തത് അത് കൂടുതലായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് തന്നെ ഇപ്പോൾ കാരണമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിലമ്പൂർ നഗരത്തിൻ്റെ ഹൃദയമധ്യത്തിൽ തന്നെ നിൽക്കുന്ന ഒരു വലിയ കെട്ടിടത്തിനാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. നേരത്തെ അവർ പറയുന്നുണ്ടായിരുന്നു ഈ
മുനിസിപ്പാലിറ്റി നഗരസഭ ഇക്കാര്യത്തിൽ എന്താണ് നൽകുന്ന വിശദീകരണം? ഇപ്പോൾ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്, പക്ഷേ നടപടികളൊന്നും ആയിട്ടില്ലല്ലോ വിപിൻ. അതെ, ഒരു നടപടിയും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. കാരണം അരീക്കോടുള്ള ഒരു കരാറുകാരനെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഏൽപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് ഇതുവരെയും നൽകിയാൻ കഴിയുന്ന ഒരു അപ്ഡേറ്റ് ഉള്ളത്. അതിനപ്പുറം അയാൾ ഇതുവരെയും ഇവിടെ ജോലികൾ തുടങ്ങിയിട്ടില്ല. അതിന് എന്തൊക്കെയോ സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ജോലികൾ ആരംഭിച്ചില്ലെങ്കിൽ ആ കരാർ പുതിയതായിട്ടുള്ള കരാർ എടുക്കുക, അല്ലെങ്കിൽ പുതിയ ടെൻഡർ കൊടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുക, അതിനൊക്കെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടലാണ് വേണ്ടത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ആ ഒരു അനാസ്ഥ കുറെ കൂടി വ്യക്തവുമാണ്. ഒരു എല്ലാത്തിനോടും ഒരു സാമട്ട് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ഇതിന് ഒന്നില്ലെങ്കിൽ ഇത് ഉറപ്പാക്കുന്നതിനുള്ള, ഇത് കുറച്ചുകൂടി ഉറപ്പ് ഇതിന് മുഴുവൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കണം. അത് അങ്ങനെ ടെൻഡർ എടുത്തിട്ടുള്ള കരാറുകാരൻ ജോലി ആരംഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള വിശദീകരണം ചോദിക്കുക, അതിനുള്ള നടപടികൾ എടുക്കുക എന്നതിലേക്ക് കടക്കണം. അത്തരത്തിലുള്ള ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ യാത്രക്കാരൊക്കെ കൂടുതൽ വരുന്ന സ്ഥലമായതുകൊണ്ട് ഒരു അപകടം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുൻപുള്ള നടപടിയാണ് ഈ സീലിംഗ് ഒക്കെ ഉറപ്പിക്കുന്നതിനെങ്കിലും വേണ്ടിയിട്ടുള്ള നടപടികൾ, അറ്റകുറ്റപ്പണികൾ ഉടൻ ആരംഭിക്കുകയാണ് വേണ്ടത്. ഉന്മേഷ്. ശരി, വിപിൻ സി വിജയനാണ് നിലമ്പൂർ പഴയ സ്റ്റാൻഡിൽ നിന്ന് അവിടെ നിന്ന് ഉയരുന്ന പരാതികൾ സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്.